അമ്മയിൽ മുഴുവനും ഇങ്ങനെ ഒരു താരാധിപത്യം. പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ദിലീപ്. ശരിക്കും ഈ ദിലീപ് വിഷയത്തിൽ അമ്മ എടുത്ത അന്നത്തെ സ്റ്റാൻഡിനോട് സാർ എങ്ങനെയാണ്? പുറത്താക്കില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, പുറത്താക്കില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, പുറത്താക്കില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മീഡിയയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ ചില ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മോഹൻലാലും മമ്മൂട്ടി ഉണ്ടായിരുന്നു. ഒരു പ്രഷർ വന്നു ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. ദിലീപ് അതിൽ എഗൻസ്റ്റായിട്ട് കോടതിയിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രേക്ഷകരെയും മാധ്യമക്കാരെയും നമ്മൾ പ്രീതിപ്പെടുത്തിയേ പറ്റൂ. ഇടവേള ബാബു കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു, വിജയബാബു. പക്ഷെ ബാബുരാജ് മാത്രം റിസൈൻ ചെയ്തില്ല. ഇപ്പോൾ ശ്വേതാമേനോനെതിരെ ഈ പറഞ്ഞ പോലെ കഴമ്പില്ലാത്തൊരു ഒരു കേസ് പോലെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ സാറ് വിശ്വസിക്കുന്നുണ്ട്? എന്തോ ഒരു കളി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ കൊണ്ടുവരാനായിട്ട് ആദ്യം മുന്നിട്ട് വന്നത് സിദ്ദിഖാണ്. സാന്ദ്ര തോമസിന്റെ അടക്കമുള്ള ആളുടെ പത്രിക തള്ളിയത് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും അതിൽ സാറിൻ്റെ ഒരു എൻ്റെ തർക്കം അവിടെയാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ, യുദ്ധം ചെയ്തിട്ട് വരൂ. അല്ലാതെ ഒരു പുരുഷ കാൻഡിഡേറ്റ് മാറി നിന്നുകൊണ്ട് ആ സീറ്റിലേക്ക് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഔദാര്യമല്ലേ? പുരുഷന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റുന്നെങ്കിൽ അതിൽ ഏറ്റവും വലിയ കാര്യം. നമസ്കാരം. അമ്മ എന്ന സംഘടന ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പുകൾക്കൊന്നാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നടൻ ദേവൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. 31 വർഷത്തെ അമ്മ ചരിത്രമുണ്ട്. അതിൽ 5ാമത്തെ പ്രസിഡന്റിന്റെ ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. ശരിക്കും ഭയങ്കര നിർണായക ഇലക്ഷൻ എന്നും എല്ലാവരും പറയപ്പെടുന്നുണ്ട്. സാർ ശരിക്കും എങ്ങനെ പേഴ്സണലി ആസ് എൻ അമ്മ മെമ്പർ ഈ ഒരു ഇലക്ഷനെ വിലയിരുത്തുന്നതും നോക്കിക്കാണുന്നു? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത്. അത് ഈ പഴയ പോലെയുള്ള ഒരു കാരണം വളരെ ഒരു 31 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ആരംഭിക്കുമ്പോൾ ഉണ്ടായ ചില ആശയങ്ങളും ആദർശങ്ങളും ഒബ്ജക്റ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും അതിനൊരു കോട്ടം പറ്റിയിട്ടില്ല. പിന്നെ കാലപ്രവാഹത്തിലുണ്ടായ ചില മാറ്റങ്ങളും പിന്നെ ഈ അമ്മയുടെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അമ്മ എന്ന ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും മലയാളത്തിലൊരു എല്ലാ സംഘടനകളെയും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു ലിങ്കായിട്ടാണ് അമ്മ ഉണ്ടായത്. കാരണം ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ ആയിരിക്കുമല്ലോ ഏറ്റവും, കാരണം അവരുടെ ഒരു സഹകരണമില്ലാതെ ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ തുടങ്ങിയിട്ട് അതിന് ശേഷമൊക്കെ വലിയൊരു എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ സിനിമാ വ്യവസായത്തിൽ എന്ത് ഇഷ്യൂസ് വന്നാലും അതിനെ വളരെ സൗഹാർദ്ദപരമായിട്ട് അവരുമായിട്ട് ആലോചിച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ അമ്മ മാത്രമേ ഉള്ളൂ. അതിന് കാരണം അന്ന് അമ്മയെ നയിച്ചിരുന്ന ആൾക്കാരുടെ ഒരു സ്വാധീനം, അവരുടെ സിൻസിയറിറ്റി, ഓണസ്റ്റി ഒക്കെ കൊണ്ടാണ് അതങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിന് പറഞ്ഞപ്പോൾ ഇത് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ഒരു പ്രതിസന്ധി അമ്മയ്ക്ക് നേരിടാൻ തുടങ്ങിയത് ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷമാണ്. അതിൽ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കമ്മിറ്റി വരാനായിട്ടുള്ള കാരണങ്ങൾ സിനിമയ്ക്കകത്തുള്ള പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? അത് അമ്മയ്ക്കകത്തുള്ള പ്രശ്നങ്ങളല്ല. പക്ഷേ മീഡിയയും ജനങ്ങളും പ്രേക്ഷകരും ഒക്കെ കാണുന്നത് അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങളായിട്ടാണ്. അതാണ് വലിയൊരു തെറ്റിദ്ധാരണ ഇതിനകത്തുണ്ടാകുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മോഹൻലാൽ എന്നൊരു നടൻ ശരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ഒരു അനുഭവം എത്തിപ്പെട്ടത് ഈ പറഞ്ഞ അമ്മയുടെ ഇഷ്യൂവിലാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു പക്ഷേ സിനിമയേക്കാൾ ഉപരി വിമർശനങ്ങൾ നേരിട്ടതും അത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയിലേക്ക് വരുന്നു. ശരിക്കും അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും വീണ്ടും നേതൃസ്ഥാനത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് വളരെ ലാല് പറയുന്നത് കറക്റ്റാണ്. ലാലിൻ്റെ വൈകാരികമായിട്ട് വളരെ ഏറെ ബന്ധമുള്ള ലാലും എല്ലാവരും, ലാല് വളരെ പ്രത്യേകിച്ച് വൈകാരികമായിട്ട് അമ്മയോട് വളരെ അടുത്ത ആളാണ്. അത് മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അവർക്കൊക്കെ പറ്റിയതെന്ന് വെച്ചാൽ ഇവർ ഇത്രയും എല്ലാം ചെയ്തിട്ട് അവർ ചോദിച്ച ചോദ്യമാണ്. ലാല് നമ്മളോടൊക്കെ ചോദിച്ച കാര്യം അവർ പറഞ്ഞ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഒരു സംഘടന കൊണ്ടുവന്നിട്ട് അതിന് ഒരു ചെറിയൊരു പ്രശ്നം, ഒരു ഹേമ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു പരാമർശത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു.
മനസ്സിലായില്ലേ? അമ്മ എന്ന സംഘടനയും മോഹൻലാൽ എന്ന അധ്യക്ഷനുമാണ് ഇതിനെ പ്രതികൂട്ടത്തിൽ മുൻ വശത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവരിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ അത് മീഡിയ മുഴുവനും അതെന്താ വെച്ചാൽ മീഡിയ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണിത്. കാരണം അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അമ്മയിൽ മുഴുവനും ഇങ്ങനെ ഒരു താരാധിപത്യം ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പില്ല, അങ്ങനെ ഒരു ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ലാത്ത ഒരു പാർട്ടിയാണ് അമ്മ, ഒരു സംഘടനയാണ് അമ്മ. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്ക് രാഷ്ട്രീയങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഓരോരുത്തരുണ്ട്. കമ്മ്യൂണിസം ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അമ്മയ്ക്കകത്ത് ഇതൊന്നുമില്ല. അല്ല, അപ്പൊ സാറ് പത്രിക കൊടുത്തപ്പോഴും ഏറ്റവും കൂടുതൽ ഈ സൈഡിൽ നേരിട്ട ഒരു കാര്യമാണ്, സാർ ഇപ്പൊ BJPയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, സാറ് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ സാർ ജയിച്ചു കഴിഞ്ഞാൽ സംഘടനാ തലത്തിൽ അത് ഡിസിഷൻ മേക്കിങ്ങിലും ആവും, അങ്ങനത്തെ ഒരു വിമർശനം കേട്ടിരുന്നോ? അത് ശരിക്കും കേട്ടിരുന്നു. അങ്ങനെ അത് എന്താ വെച്ചാൽ അത് 1% ആണ് ആ സാധനം. ഏതോ 1-2 പേരാണ് അറിയുന്നത്. ഇപ്പം ഇയാൾ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയിലേക്ക് വന്നത്. അങ്ങനെയൊന്നുമില്ല, ഒരു കാവ്യവൽക്കരണമില്ല, ചുവപ്പ് വൽക്കരണമില്ല, കോൺഗ്രസ് വൽക്കരണമില്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല, ചിലവല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. ഇതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ അല്ല അമ്മ. ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മ എന്താണെന്നുള്ളത് പബ്ലിക്കിനെയും, കാരണം പ്രേക്ഷകരെയും പബ്ലിക്കിനെയും മീഡിയയെയും ബോധ്യപ്പെടുത്തണം ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അവർ അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ചെയ്തിട്ട് ഇത് അമ്മ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് അമ്മയുടെ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഇലക്ഷൻ ബന്ധപ്പെട്ട് കുറച്ചധികം പത്രികകൾ പിൻവലിച്ചവരുണ്ടായിരുന്നു. അതിൽ ആരോപണ വിധേയരായിട്ടുള്ളവരും ഈ പറഞ്ഞ പത്രിക സമർപ്പിച്ചിട്ട് പിൻവലിച്ചു. ശരിക്കും അമ്മ എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ദിലീപ്. കാരണം സംഘടനയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും വലിയ ഭദ്രത ഉണ്ടാക്കിയതിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനും ഒരു ആരോപണം നേരിട്ടപ്പോൾ അദ്ദേഹം സ്വമേധയാ മാറിയേക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ശരിക്കും അന്നാണ് അമ്മ ആദ്യമായിട്ട് വലിയ രീതിയിൽ പബ്ലിക്കിൽ വലിയ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നത്. ശരിക്കും ദിലീപ് വിഷയത്തിൽ അമ്മ എടുത്ത അന്നത്തെ സ്റ്റാൻഡിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ശരിക്കും പറയാനുണ്ടല്ലോ, അത് നമ്മൾ ചെയ്തത്, ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റിൻ്റെ മേൽ ഒരു ആരോപണം വന്നു. ആരോപണം വന്നു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ അയാളെ ഈ അസോസിയേഷനിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് നമ്മൾ നോക്കിയില്ല. ഈ പബ്ലിക്കിൻ്റെയും പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ മീഡിയേഴ്സിൻ്റെ ഒക്കെ ഭയങ്കരമായ ഒരു ഹൈപ്പ് കാരണം ആ സമയത്ത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയത്, അമ്മയുടെ മീറ്റിംഗ് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തിരിക്കുമ്പോഴെല്ലാം ഫുൾ മീഡിയ എല്ലാവരും കൂടി പുറത്തു നിന്നിട്ടുള്ള ഭയങ്കര ബഹളങ്ങളാണ്. ഇയാളെ പുറത്താക്കണം എന്നുള്ള, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ, പിന്നെ റീത്ത് സമർപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായ ഒരു മോശ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്തതാണ്. കാരണം മമ്മൂട്ടിയുടെ വീടിന് മുമ്പിൽ, മമ്മൂട്ടിയുടെ ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന ഒരു സംഗതികൾ ഞാൻ കണ്ടായിരുന്നു. മീറ്റിംഗ് കൂടുമ്പോൾ അതായത് അമ്മയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഞങ്ങൾ അകത്തിരുന്നിട്ട് വല്ലാണ്ട് വേദനിച്ചു. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു, മോഹൻലാലും മമ്മൂട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഷർ വന്നു അവിടെ, ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹേസ്റ്റി തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അന്ന് ഒരിക്കലും ദിലീപിനെ ആ ഒരു നമ്മൾ പുറത്താക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു നോട്ടീസ് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ബൈലോ പറയുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ ആരോപണ വിധേയനായ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ പിരിച്ചു വിട്ടുകൂടാ എന്ന് പറയുന്ന ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം. അതിന് 15 ദിവസം തോന്നുന്ന സമയം, അതിനുള്ളിൽ അദ്ദേഹം ഒരു ഇത് തരണം. എന്താണ് വിശദീകരണം? ആ വിശദീകരണം നമുക്ക് കമ്മിറ്റിക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കുറച്ചും കൂടി സമയം കൊടുത്തിട്ട് നമ്മൾ അതിനൊക്കെ സമയപരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞിട്ട് മാത്രമാണ്
ഇയാളെ സസ്പെൻഡ് ചെയ്യാനേ പാടുള്ളൂ. ഫസ്റ്റായിട്ട് സസ്പെൻഡ് ചെയ്യണം. പ്രാഥമിക അംഗത്വത്തിൽ എന്നിട്ടുള്ള പിന്നെ എങ്ങനെയാണ് കേസ് പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടുന്ന് പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ടത് അന്നാണ് വാസ്തവത്തിൽ. അത് വാസ്തവത്തിൽ അന്ന് ദിലീപ് അതിൽ എഗൻസ്റ്റായിട്ട് കോടതിയിൽ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് വലിയ പ്രോബ്ലം വരുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മഹാമനസ്സുകൊണ്ടാണ് അദ്ദേഹം പോയില്ല. സ്വമേധയാ തന്നെ ഞാനില്ല, എൻ്റെ പേരിൽ വന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ അമ്മയ്ക്കൊരു ദോഷം വരരുത്. അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്സ് തന്നെയാണ്, മനസ്സിലല്ലേ. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിൽ സസ്പെൻഷന് പകരം നമ്മൾ അത് സസ്പെൻഡ് ചെയ്ത കാര്യത്തിൽ ഞാനും വേദനിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാനും ഉള്ള ഒരു കമ്മിറ്റിയാണ് അത് ചെയ്തത്. നമ്മളൊക്കെ അന്ന് നിസ്സഹായരായിരുന്നു, നമുക്കത് ചെയ്യാൻ പറ്റില്ല. വളരെ വിഷമത്തോടു കൂടി തന്നെ ചെയ്തത്. കാരണം ഭയങ്കര അതായത് നമ്മൾ ഈ പ്രേക്ഷകരെയും മാധ്യമക്കാരെയും നമ്മൾ പ്രീതിപ്പെടുത്തിയേ പറ്റൂ, നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഒരു നമ്മൾ കോർണർ ചെയ്തു, ശരിക്കും കോർണർ ചെയ്യാണ് സംഭവിച്ചത്. ഈ രാഷ്ട്രീയ പാർട്ടികളും മീഡിയ പിന്നെ പ്രേക്ഷകർ ഒക്കെ വന്നിട്ട് നമ്മളങ്ങോട്ട് പ്രഷറൈസ് ചെയ്തിട്ട് അത് വലിയൊരു സമ്മർദ്ദം തന്നെയാണ് എൻ്റെ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായി. പിന്നെ ഇന്നസെൻറ്റിന് പുറത്താക്കില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, പുറത്താക്കില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, പുറത്താക്കില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മീഡിയയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ ചില ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ദിലീപിനെ പുറത്താക്കണമെന്ന് പറയുന്ന വാദിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കൊണ്ടുവരാനകത്ത്. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനും വളരെ വേദനാപൂർവ്വം എനിക്ക് ഇപ്പോഴും അറിഞ്ഞു, മമ്മൂട്ടിയൊക്കെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ മോഹൻലാലിന് ഒന്നും വസ്ത്രം മിണ്ടാൻ പറ്റാത്ത ഒരു സമ്മർദ്ദ ടാക്ടിക്സ് അവിടെ ഉണ്ടായി. അപ്പോൾ ഒരു മനസ്സോടെയാണ് ദിലീപിനെ അന്ന് നമ്മൾ പുറത്താക്കി ചെയ്തത്. അത് ഇല്ലീഗലാണ്, നിയമത്തിന് അത് ഇറ്റ്സ് ഇല്ലീഗലാണത്. അത് ദിലീപ് അത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അമ്മ സൂപ്പില്ലാനെ. ദിലീപ് എന്തുകൊണ്ട് ചെയ്തില്ല? അമ്മയോടുള്ള വൈകാരികമായ ബന്ധമുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മയുടെ ഈ ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ നിന്ന ആളാണ് ദിലീപ്. ആ സിനിമ പിടിച്ചിട്ട് ഒരു 2020 പിടിച്ചിട്ട് ആ എഗ്രിമെൻറ്റിൻ്റെ എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് കുറച്ചും കൂടി ലാഭം കിട്ടിയപ്പോൾ ആ ലാഭത്തിൻ്റെ ഒരു 25 lakhs കൂടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ് ഇതിലേക്ക്, അമ്മയിലേക്ക്. ശരിക്കും എഗ്രിമെൻറ്റ് പ്രകാരം ഒരു എമൗണ്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ പടം നന്നായിട്ട് കളക്ട് ചെയ്തപ്പോൾ അത് ആരെങ്കിലും ചെയ്യുമോ? കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 25 ലക്ഷം രൂപ കൂടി ഞാൻ അമ്മയ്ക്ക് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു ആളാണത്, മനസ്സിലായില്ലേ. അയാളത്ര നിസ്സാരനായിട്ടൊന്നും കാണരുത്, കാരണം അയാളുടെ നന്മകളെ കാണാതിരിക്കരുത്. വലിയ സംഭവങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ ഇത് നാടകങ്ങളാണത്, മനസ്സിലായില്ലേ. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. അത് ഈ വിഷയം ബാബുരാജിന്റെ വിഷയത്തിൽ ഇത് തന്നെ. ഇപ്പൊ സ്വമേധയാ പല ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരാളെ പത്രിക പിൻവലിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണ് ബാബുരാജിന്റെ കേസിലും സാർ വിലയിരുത്തുമ്പോൾ സംഭവിച്ചത്. അല്ല, ഈ ബാബുരാജിന്റെ കേസിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ബാബുരാജിന്റെ പേരിൽ കുറച്ച് അലിഗേഷൻസ് ഉണ്ട്, കുറേ ലീഗൽ കേസസ് ഉണ്ടല്ലോ. ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണത്. അപ്പോൾ ആ കേസിൻ്റെ ഇത് അനുസരിച്ചിട്ട് അപ്പോൾ ആരോപണ വിധേയരായ ആൾക്കാർ സ്വമേധയാ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മാറി നിൽക്കണം. നമ്മൾ മാറി നിൽക്കുക. കാരണം ഇതിൻ്റെ അന്വേഷണങ്ങൾ പൂർത്തിയായതിനു ശേഷം നമുക്കൊരു ക്ലീൻ ചിറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ വരാമല്ലോ. പക്ഷേ അതിന് സിദ്ദിഖിൻ്റെ മേലിൽ ആരോപണം ഉന്നയിച്ച അതേ നിമിഷം ഇയാൾ റിസൈൻ ചെയ്തു. ആരും ഇയാളുടെ അടുത്ത് പറഞ്ഞില്ല, സിദ്ദിഖിൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല റിസൈൻ ചെയ്യാനായിട്ട്. പക്ഷേ അദ്ദേഹം സ്വമേധയാ റിസൈൻ ചെയ്തു. അതിനുശേഷം ഇടവേള ബാബു കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു. വിജയബാബു അങ്ങനെ പലരും റിസൈൻ ചെയ്തു. പക്ഷേ ബാബുരാജ് മാത്രം റിസൈൻ ചെയ്തില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദങ്ങൾ വന്നുകൂടി.
മനസ്സിലായി. അവിടെയാണ് നമ്മളുടെ ഒരു ഫ്രിക്ഷൻ വന്നത്. മനസ്സിലായി. പരസ്പരം നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ഉണ്ടെന്ന് പറഞ്ഞു, പേഴ്സൺ ടു പേഴ്സൺസ് അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ബാബുരാജിൻ്റെ പേരിലുള്ള കേസ് നമുക്കിപ്പോൾ ബാബുരാജ് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? കോടതിയിലിരിക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ബാബുരാജ് ചെയ്യേണ്ടിരുന്നതിൽ ആ സമയത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ടതായി, സ്വമേധയാ മാറുന്നത്. അത് പിന്നെ അവസാനം സ്വമേധയാ മാറേണ്ടി വന്നല്ലോ. മനസ്സിലായി. അല്ലാതെ നമുക്കിപ്പോൾ ബാബുരാജിൻ്റെ പേരിലൊരു കേസുണ്ട്, അതുകൊണ്ട് ബാബുരാജ് കുറ്റം ചെയ്തു എന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കോടതിയുണ്ട്, കോടതി വിധിക്കട്ടെ, അപ്പോഴാണ് ആൾ കുറ്റക്കാരനാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമുക്ക് കുറേ ആൾക്കാർ കുറേ അഴിമതികളെ പറ്റി പറയുന്നുണ്ട്. സാമ്പത്തികം അതൊന്നും നമുക്കറിയില്ല, നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അതൊന്നും ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അടുത്ത കമ്മിറ്റി പോയി അന്വേഷണത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുവരെ നമുക്ക് ബാബുരാജിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അന്വേഷിക്കണം. അമ്മയുടെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അതൊക്കെ നമ്മൾ കണ്ടെത്താതെ ഈ ബാബുരാജൻ അങ്ങനെ കുറ്റക്കാരനാക്കാനേ പറ്റില്ല. ഞാനങ്ങനെ ചെയ്യില്ല. തെളിവ് വേണം. തെളിവ് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ശേഷമാണ്. അതൊക്കെ ഒരു കമ്മിറ്റിക്ക് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ സിദ്ദിഖാണെങ്കിലും ഇപ്പോൾ ദിലീപാണെങ്കിലും മുകേഷ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് അവരത് ചെയ്തിട്ടുണ്ടാവും, അല്ലെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാലിഡേഷൻ എടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇപ്പോൾ ഇലക്ഷനൊക്കെ ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ. എനിക്ക് അലിഗേഷനുള്ള ആളാണോന്നും അല്ലാത്ത ആളാണെന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഒരു അലിഗേഷനുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ കോടതി വിധി പറയുന്നത് വരെ അവർ കുറ്റവാളി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? അവർ നല്ലവരാണ്. മനസ്സിലല്ലേ? ഇപ്പോൾ സിദ്ദിഖ്, ദിലീപ്, ഈ ആരോപണ വിധേയരായ എല്ലാവരും, ഞാൻ പറഞ്ഞു ഈവൻ ബാബുരാജ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. പക്ഷെ അവർ ആരോപണ വിധേയരായതിനു ശേഷം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അവരുമായിട്ട് ഇന്നും എന്നും നാളെയും ആ ബന്ധം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞങ്ങളിപ്പോൾ സിദ്ദിഖായിട്ട് നല്ല ബന്ധമാണ്. വസ്തുത്തിൽ ഇതിനകത്ത് എന്നെ കൊണ്ടുവരാനായിട്ട് ആദ്യം മുന്നിട്ട് വന്നത് സിദ്ദിഖാണ്. യെസ്, ഈ ഇലക്ഷന് ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് സിദ്ദിഖാണ്. മനസ്സിലായില്ലേ? അത് ഈ സൗഹൃദത്തിൻ്റെ പേരിലാണ്, ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ സിദ്ദിഖിന് എന്നിലുള്ള വിശ്വാസമാണത്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമാണത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ ആരോപണ വിധേയരായ ആൾക്കാർ അത് തീരുന്നത് വരെ അവർ എൻ്റെ മുമ്പിൽ ക്ലീനാണ്. ഈ ദിലീപിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അമ്മയിലേക്ക്, പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട്? അതെന്താ വെച്ചാൽ ഇത് അമ്മ എന്ന സംഘടനയിലത്തെ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാലേ, ഇതിനകത്ത് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് മഹാഭൂരിപക്ഷം അംഗങ്ങളും. കാരണം ഈ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനാണ്. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരാണ്. ദിലീപ് ഈ കേസിൽപ്പെട്ട് ഉള്ള സമയത്ത്, ഇവൻ ജയിലിൽ അയക്കുന്ന സമയത്ത് വരെ ദിലീപ് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ ഒരു തടസ്സം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായി? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ദിലീപ് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്, മാസമായി. ദിലീപ് ഇതിനകത്ത് പോയിട്ടും ദിലീപ് നടപടി എടുത്തതെന്ന് വെച്ചാൽ ആ സാധനം ഒരിക്കലും ബ്രേക്ക് വരാൻ പാടില്ല. എല്ലാ മാസവും ഓരോ വീടുകളിലേക്കും ഇയാളുടെ പണം എത്തും. അങ്ങനെ വണ്ടികളോടും പണമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അത് മുഴുവനും മുടക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ജയിലിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അയാളിൽ നന്മ ഇല്ലയെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹം ആരോപിക്കപ്പെട്ട ഒരാളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു നന്മയുള്ള ഒരാൾക്കാർക്ക് ഒരുപാട് നമ്മൾ വേദനിപ്പിച്ചു അയാളെ. ഞാൻ പറയും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഞാനും കൂടി ഉള്ള ഒരു സമൂഹമാണ്. ആ സമൂഹമാണ് ദിലീപിനെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, കുറ്റവാളിയാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ എങ്ങനെ തിരിച്ചു വരും? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ദിലീപ് തിരിച്ചു വരുമെന്ന്. എനിക്കൊരു വിശ്വാസമില്ല. കാരണം അത് ശരിയാണ് ആൾ പറയുന്നത്. ദിലീപിൻ്റെ ഭാഗമാണ് ഞാൻ. ആ കാര്യത്തിൽ ദിലീപിനോടൊപ്പം, എല്ലാ കാര്യത്തിലും ഞാൻ
ദിലീപിൻ്റെ കൂടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നന്മ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലായില്ലേ? അപ്പോൾ അത് നോക്കുമ്പോൾ ദിലീപിൻ്റെ അടുത്ത് നമ്മൾ പോയി എത്ര റിക്വസ്റ്റ് ചെയ്താലും ദിലീപ് വരില്ല എന്ന് ഉറപ്പാണ്. കാരണം വൈകാരികമായിട്ട് അകന്നുപോയി. എനിക്കിനി അത് വേണ്ട. കാരണം അത്രയും ദ്രോഹം നമ്മളെ കൂടെ ആൾക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ് എന്ന മനുഷ്യനെതിരെ ഈ സമൂഹം ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ ജീവിതം, അയാളുടെ ഫാമിലി, അയാളുടെ ബന്ധുക്കൾ, അമ്മ, ഭാര്യ, കുട്ടികൾ, കാരിയർ എല്ലാം തകർന്നില്ലേ? മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദിലീപ് വരില്ല. അതാണ് ദിലീപ് എന്ന് പറയുന്നത്. അതാണ് ദിലീപ് എന്ന മനുഷ്യൻ. ഇപ്പം പ്രധാനമായിട്ട് 3 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളാണ് അമ്മയുടെ ഇലക്ഷൻ ആദ്യം നിന്നിരുന്നത്. ഒന്ന് ജഗദീഷ് സാറും, പുള്ളി അദ്ദേഹം മാറിയിരുന്നു. ഇപ്പം ശ്വേതാ മേനോനും സാറുമാണ്, 2 പേരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ ഈ പറഞ്ഞ പോലെ കഴമ്പില്ലാത്തൊരു ഒരു കേസ് പോലെ ഒരു സംഭവം ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വന്നിട്ടുണ്ട്. സാർ അത് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. സാറ് ചെറുതായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ സാറ് വിശ്വസിക്കുന്നുണ്ട്? ഇതിൻ്റെ പിന്നിൽ സിനിമയ്ക്കകത്തുള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് സിനിമയ്ക്കകത്തുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ സിനിമയിലുള്ള മറ്റുള്ള സംഘടനയായാലും ഏത് സംഘടനയായാലും അമ്മയായാലും അമ്മയ്ക്കുള്ളിലും അങ്ങനെ സിനിമാക്കാരല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു സിനിമാക്കാരൻ ഇതേപോലെയുള്ള വളരെ വളരെ നിസ്സാരമായ ഒരു നോൺസെൻസ് ആയിട്ടുള്ള ചില FIR കണ്ടല്ലോ. FIRൽ ഒന്നും എന്ത് കുറ്റാണ് ശ്വേതമേനോൻ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അവരെ ആസ് ഒരു പ്രൊഫഷണൽ ആക്ടർ എന്ന നിലയ്ക്ക് അവരുടെ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതത്ര ഒരു വൾഗാരിറ്റി ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. നമ്മളെല്ലാം കണ്ടതാണ് അതൊക്കെ. അതുമാത്രമല്ല, ഇവിടെ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സെൻസർ ബോർഡ് പെർമിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഇത് വന്നത്. അപ്പോഴൊന്നും ആർക്കും പരാതിയില്ല. ഇപ്പോൾ അമ്മയുടെ ഒരു ഇലക്ഷൻ വന്ന ഇറ്റ്സ് എൻ ഇവൻറ്റ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഒരു ഇവൻറ്റ് വേണം. അപ്പോൾ ഇവൻറ്റിലേക്ക് ശ്വേതാ മേനോൻ ഇതിന് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഈ ഇലക്ഷനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക, ഒന്ന് ഇളക്കുക. അവരെന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് എന്തെങ്കിലും വിധത്തിൽ ശ്വേതായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഒരു ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വോട്ട് ചോദിച്ചു, എനിക്ക് വോട്ട് തരാമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള സംഗതി ഉണ്ട്. എന്നോട് ചോദിച്ചു, എനിക്കും തരണം ചേട്ടാ എന്ന് പറയുന്നത്. ഞങ്ങൾ അത് അത്രയും സൗഹാർദ്ദമാണ്. ഇതിനകത്ത് വെരി ഹെൽത്തി കോമ്പറ്റീഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇത് കേട്ടപ്പോൾ ഇന്നലെ രാവിലെയാണ് ഇതിനെപ്പറ്റി ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് വരുന്നു, വിചിത്രമായ കേസാണെന്ന് മാധ്യമം തന്നെ ഡിക്ലെയർ ചെയ്തതാണ്, മനസ്സിലായില്ലേ? മാധ്യമക്കാരെല്ലാവരും പറഞ്ഞു ഇത് വിചിത്രമായ ഒരു FIR ആണത്, മനസ്സിലായില്ലേ? അപ്പോൾ മാധ്യമക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു നോൺസെൻസ് ആണെന്ന്. എന്തോ ഒരു കളി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് അകത്തു നിന്നുള്ള കളിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സിനിമക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഒരിക്കലും അങ്ങനെ ഒരു നടനോ നടിക്കോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസറൊക്കെ പരസ്പരം ഇങ്ങനെ ഒരു സംഗതി കേസ് കൊടുത്ത് പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള മനസ്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ കലാകാരന്മാർ ഈ സെൻസിറ്റീവാണ്, സ്നേഹമാണ് അവരുടെ ഏറ്റവും വലിയ സ്നേഹം കിട്ടുന്നവർക്ക്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റേ ആർട്ടിസ്റ്റിനെ ദ്രോഹിക്കുക, അതും ഈ തരത്തിലുള്ള ദ്രോഹം നമുക്ക് ദ്രോഹിക്കാം, അതിനൊരു പരിധിയില്ലേ? ഇത് പരിധി വിട്ടിട്ട് അവരുടെയും അവരുടെ ഫാമിലിയും, നമ്മൾ ഫാമിലിനെ പറ്റി ഓർക്കണ്ടേ? നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ അസ്ത്രം എവിടെ പോയി തറയ്ക്കും? ആ ആർട്ടിസ്റ്റിനേക്കാളേറെ അവരുടെ ഫാമിലി, ഭർത്താവ്, കുട്ടികൾ, അമ്മ, അച്ഛൻ, അവരൊക്കെ ബാധിക്കില്ലേ? അപ്പോൾ അത് നോക്കാതെ എന്തോ ഒരു ഇതിൻ്റെ ഒരു ഇമാജിനേറ്ററി ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇയാൾ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് സിനിമ എന്നല്ല, അത് ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല. ഇത് ഔട്ട്സൈഡ് സിനിമയാണ് എന്തെങ്കിലും വന്നിട്ടുള്ളത്. ഈ എലക്ഷൻ അമ്മ എന്ന സംഘടനയുടെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു എലക്ഷനാണ്. ആ എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ്. പക്ഷെ അത് കോടതിയിൽ നിൽക്കില്ല. പത്രിക പിൻവലിച്ച അവരോട് സാറ് സംസാരിച്ചിരുന്നു നേരിട്ട്? ഇപ്പോൾ ജഗദീഷ് ആണെങ്കിലും അവരോടൊക്കെ സംസാരിച്ചിരുന്നു സാറ്? യെസ് അവരൊക്കെ പറഞ്ഞിട്ടില്ല. ഇതാണ് സമ്മർദ്ദമാണ്.
സമ്മർദ്ദം വരുമ്പോഴാണ് ഇതൊക്കെ പറ്റുന്നത്. ഉം. അല്ലാതെ അവർക്കുള്ള അവർ വേദനിച്ചു, അതെ. അവർക്ക് സങ്കടം വന്നു. കാരണം ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിന്നിട്ട് കിട്ടുന്ന കൂലിയാണല്ലോ ഈ ആരോപണങ്ങൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് ഫീലാവും. ഞാൻ വേറൊരു കൗതുകപരമായിട്ടുള്ള ഒരു പബ്ലിക് എന്ന നിലയിൽ ചോദിക്കുകയും, അമ്മയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ സാക്രിഫൈസുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇന്നസെന്റ് സാർ ആണെങ്കിലും ഇടവേള ബാബു ചേട്ടനാണെങ്കിലും, പക്ഷെ ഇവർക്കൊക്കെ അല്ല ഞാൻ പറഞ്ഞു മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് എല്ലാവരും, പക്ഷെ അവർക്കൊക്കെ ഇവഞ്ച്വലി അമ്മയുടെ പേരിൽ തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ സർക്കിളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കര വേദനയോടുകൂടി അവർ സംസാരിക്കും? എല്ലാവരും പറയുന്നത് നമ്മൾ എന്തിനാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്? പല ആൾക്കാരും ചോദിക്കും, എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്? കഴിഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ അവരുടെ ഒരു ദിവസത്തെ പിന്നെ വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിനാണ്. അങ്ങനെ 10-15 ദിവസം അമ്മയുടെ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് ഇവർ റിഹേഴ്സലിന് വരികയാണ്. അഭിനയിക്കേണ്ട ആൾക്കാർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഇത്രയും പണം, കോടിക്കണക്കിനുള്ള പണം വേണ്ടാന്ന് വെച്ചിട്ടാണ് അവർ വന്ന് ഇരിക്കുന്നത്. എന്തിനാണ്? അമ്മ എന്ന സംഘടനയ്ക്ക്, അമ്മയിലെ അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് ത്യാഗമല്ലേ? ത്യാഗമാണല്ലോ. കാരണം ഇത് ത്യാഗം ചെയ്യാത്തവരെ എനിക്കറിയാം, മറ്റു ഭാഷകളിലുള്ള ആൾക്ക്. അതുകൊണ്ട് നമ്മൾ ത്യാഗം എന്ന് പറയാൻ കാരണം ഇത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇവിടെ ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് മലയാള സിനിമയാണ്. മനസ്സിലായില്ലേ? മലയാള സിനിമ വളരെ വളരെ ഐക്യത്തോടു കൂടി പോകുന്നൊരു സംഗതി. എല്ലാ സംഘടനകളും പരസ്പരം ബഹുമാനിച്ചിട്ടും പരസ്പരം സ്നേഹിച്ചിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അക്രോസ് ദ ടേബിൾ ഇരുന്നിട്ട് എന്തെല്ലാം ഇഷ്യൂ ഇവിടെ വന്നതാണ്, അതൊക്കെ തീർന്നല്ലോ. മനസ്സിലായില്ലേ? ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ വളരെ അമിക്കബിളായിട്ട് ആരും അറിയാതെ. എന്ത് കേസ് ഉണ്ടെങ്കിലും അമ്മയിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊരു ഇതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സുകൊണ്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ഈസ് റെഡി ടു റിസീവ് ദാറ്റ്. നിങ്ങൾക്ക് അമ്മയിലേക്ക് വരാം. അത് അന്നുണ്ട്, ഇന്നുണ്ടത്. പക്ഷേ എന്താ പറ്റുന്ന വെച്ചാൽ ഇത് വരില്ല. അവർ വെറുതെ കത്തയച്ചിട്ട് എഴുതും ഇങ്ങനെ. അപ്പോൾ ഇത് ആരും കൈകാര്യം ചെയ്യില്ല, അതങ്ങനെ വിടും. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യണം. WCC ഒക്കെ പാരലായിട്ട് അമ്മയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ്, സിനിമയിലുള്ള ആളുകൾ സംഘടിക്കുന്ന ഒരു സംഘടന. അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തുന്നത്? അവര് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരും അമ്മയെ തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അമ്മയിലുണ്ടായിരുന്ന ആളുകളുണ്ട്, അമ്മയുണ്ടായിരുന്ന ആൾക്കാരാണ് മാറി പോകുന്നത്. അവർക്ക് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഈ പബ്ലിക്കിൻ്റെ അടുത്ത് പോയി പറയുന്നതിലും മുമ്പായിട്ട്, അല്ലെങ്കിൽ മീഡിയയുടെ അടുത്ത് പോയി പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ അതിനുള്ളൊരു വേദിയുണ്ട്. ആ വേദിയിൽ പറയാതെ അവർ പോയി പുറത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം നാച്ചുറലി ഈ അമ്മയ്ക്കും വേദനിക്കുമല്ലോ. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവരെ വേദന ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ ആ വേദന മാറ്റാനായിട്ട് അമ്മയ്ക്കേ പറ്റൂ, മീഡിയയ്ക്ക് പറ്റുമോ, പ്രേക്ഷകരിന് പറ്റുമോ? ആർക്കും പറ്റില്ല. പറ്റുന്നത് അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആ അമ്മയുടെ അടുത്ത് വന്നിട്ട് പരാതി പറയൂ. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെയാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ സാലറിയും കൂടിയതായിട്ടുള്ള പല, നമ്മൾ കഴിഞ്ഞ 6 മാസത്തിൽ ഓരോ മാസം തിയേറ്ററിൽ റിലീസാവുന്ന സിനിമകളുടെ കളക്ഷൻ വരുന്നു. ശരിക്കും ഇതിനൊക്കെ ഇവഞ്ച്വലി അമ്മയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? സാറ് പ്രസിഡന്റായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞ ഈ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ശമ്പളം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ശമ്പളം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, മോഹൻലാൽ വാങ്ങുന്ന പണം ഞാൻ ചോദിച്ചാൽ കിട്ടും. എന്തുകൊണ്ടാണ് മോഹൻലാൽ അത്രയും പണം ചോദിക്കുന്നത്? അയാൾക്ക് ഡിമാൻഡുണ്ട്. അയാളുടെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഓടുമ്പോൾ അത്രയും പണം വരുന്നുണ്ട്. അതിൻ്റെ പേരിലാണിത് അത്ര ചോദിക്കുന്നത്. അതല്ല ഞങ്ങൾ ഇത്ര തരുള്ളൂ എന്ന് പറയാനായിട്ട് പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ ശമ്പളമല്ല ലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ശമ്പളം. ഞാൻ പറയാണ് അങ്ങനെ. നേരെ മറിച്ച് അവർക്ക് വേണമെങ്കിൽ അത് മനസ്സാൽ ചെയ്യാൻ പറ്റും. ഇത്ര എമൗണ്ട് ചെയ്യാൻ പറ്റും. അല്ല, അതിന് ചില വഴികളുണ്ട്. അത് നിയമപരമായിട്ട് വന്നിട്ട് കാര്യമില്ല. എൻ്റെ ശമ്പളം നിശ്ചയിക്കാനുള്ള അവകാശം നിയമപരമായിട്ട് എനിക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഒരു ഡിമാൻഡുള്ള നടന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ തരാം അത് തന്നോളൂ, ഞാൻ വരാമെന്ന് പറയും ഞാനൊക്കെ സംബന്ധിച്ചിടത്തോളം. നേരെ മറിച്ച് ഡിമാൻഡുള്ള മാർക്കറ്റുള്ള ഒരു നടൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പൈസ കൊടുത്താൽ ആൾക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിമാൻഡാണ്.
ഇതൊരു മാർക്കറ്റിൽ വരുമ്പോൾ ഈ ഡിമാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടോ, നിങ്ങൾ ആവശ്യമുണ്ടോ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇത്ര രൂപ തരണം എന്നുള്ളതാണ്. ഇതേപോലെ ഇഷ്യൂ ഒരു 10 വർഷം മുമ്പ് തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നിരുന്നു. അപ്പോൾ രജനീകാന്തിൻ്റെ പിന്നെ ശമ്പളം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ചില പ്രൊഡ്യൂസർമാർ രംഗത്ത് വന്നു. സമരങ്ങളൊക്കെ ഉണ്ടായി, വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? ഒരുപാട് സമരങ്ങളുണ്ടായിരുന്നു അവിടെ. സമരം ഒന്നും ഒരു ഫലത്തിലെത്തിയില്ല. കാരണം സാധ്യമല്ല, അത് പ്രാക്ടിക്കലല്ല. രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെ ഒക്കെ റെന്യൂമറേഷൻ, അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും പോയിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത്ര രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞു സോറി. ഇവരെന്തുകൊണ്ടാണ് രജനീകാന്തിൻ്റെ അടുത്തോ മമ്മൂട്ടിയുടെ അടുത്തോ മോഹൻലാലിൻ്റെ അടുത്ത് പോകുന്നത്? ഇവരെ വെച്ച് പടം വെച്ചാൽ ലാഭം കിട്ടും, അതുകൊണ്ടാണല്ലോ, അല്ലാതെ ഇവർ വരില്ല. അപ്പോൾ അവരെ വേണമെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്തേ പറ്റൂ. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ ഒരു ഇഷ്യൂ പ്രാക്ടിക്കലല്ല, പ്രായോഗികമല്ലാതെ ഈ ശമ്പളം കുറയ്ക്കണമെന്ന് പറയുന്നത്. ആ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ കൊടുത്തേ പറ്റൂ. ഇപ്പം അവിടെ തന്നെ ഇലക്ഷന് റിലേറ്റ് ചെയ്തിട്ടും കുറച്ചധികം ചർച്ചകൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലരുടെ പത്രിക തള്ളിയത് സമർപ്പിച്ച്. സാർ ആ കാര്യത്തിൽ സാറിൻ്റെ ഒരു അഭിപ്രായം? സാന്ദ്ര തോമസിൻ്റെ അടക്കമുള്ള ആളുടെ പത്രിക തള്ളിയതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും അതിൽ സാറിൻ്റെ ഒരു അഭിപ്രായം? അതിൽ എനിക്ക് പറയാൻ പറ്റില്ല അഭിപ്രായം. കാരണം എനിക്ക് അതിനെ പറ്റി അറിയില്ല. എന്താ ഞാൻ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഫുള്ളായിട്ട് അമ്മയാണ് നമ്മുടെ മുമ്പിൽ. നമ്മൾ മറ്റുള്ള സംഘടനയിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ താല്പര്യമില്ല. എനിക്ക് ഈ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്ത്രീ നേതൃത്വം അല്ലെങ്കിൽ ശ്വേതാ മേനോന്റെ ഇപ്പൊ പറഞ്ഞ പോലെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ നേതൃത്വം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയായിരിക്കും സംഘടനാ തലത്തിൽ 31 വർഷത്തെ ഒരു ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശരിക്കും അത്തരത്തിലും ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എങ്ങനെ സാറിന് മൊത്തത്തിൽ കിട്ടുന്ന ഫീഡ്ബാക്ക് ഈ ഒരു ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ? ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം അതാണ്. ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്നുള്ള ഒരു സംഗതിയുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീകളെ. കാരണം സ്ത്രീകൾ വരണം, ഈ നല്ല നല്ല പൊസിഷനൊക്കെ വരണം. ആ വരേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ തർക്കം അവിടെയാണ്. വരണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ, യുദ്ധം ചെയ്തിട്ട് വരൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് മാറി നിന്നുകൊണ്ട്, ഒരു പുരുഷ കാൻഡിഡേറ്റ് മാറി നിന്നുകൊണ്ട് ആ സീറ്റിലേക്ക് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നിങ്ങൾക്കല്ലേ? അതൊരു ഔദാര്യമല്ലേ? അതൊരു ദാനമല്ലേ? നിങ്ങൾക്ക് ദാനം വേണോ, ഔദാര്യം വേണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വേണോ? സെൽഫ് റെസ്പെക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് പുരുഷന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റുന്നെങ്കിൽ അതല്ല ഏറ്റവും വലിയ കാര്യം. അതല്ല പുരുഷന്മാർ മാറി നിന്നിട്ട് നിങ്ങൾ പോയി ആ സീറ്റിൽ ഇരുന്നാൽ ആ സീറ്റിന് ഒരു വാല്യൂ ഇല്ലല്ലോ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ഈവൻ വിത്ത് മമ്മൂട്ടി ഓർ മോഹൻലാൽ, ജയിക്കൂ. അതല്ലാതെ മമ്മൂട്ടി അങ്ങോട്ട് മാറി ഇരുന്നിട്ട് ആ സീറ്റ് നീ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ഇവിടെ ഇരുന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്താണ്? പോയില്ലേ? ശരിക്കും മമ്മൂക്കയുടെ ശരിക്കും ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താ ചോദിച്ചിട്ടുണ്ടോ? ലാലേട്ടനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. മമ്മൂക്കയ്ക്ക് ശരിക്കും എന്തായിരുന്നു ഈ വിഷയത്തിൽ അമ്മയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരാത്തതിൽ മമ്മൂക്കയ്ക്ക് ഒരു കാരണം ഉണ്ടാവും? അല്ലെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. ഇപ്പം അതായത് മമ്മൂട്ടിയുടെ ഒരു 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 എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു പൊസിഷനിൽ ഇരിക്കാൻ താല്പര്യമില്ല. ബേസിക്കലി അങ്ങനത്തെ ആളാണ്. ഒരു പൊസിഷനിൽ ഇരിക്കാനൊരു പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു സ്ഥാനത്തിനെ പറ്റി ചോദിക്കുക, അങ്ങനെയുള്ള പൊസിഷനിലാണല്ലോ, അത് അദ്ദേഹം നേടിയെടുത്തതാണ്. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്നും പറഞ്ഞ ഒരു മഹാനടന്മാരിലേക്ക് മമ്മൂട്ടി ഉയർന്നു നിൽക്കുന്നത് ആരും സംഭാവന ചെയ്തതല്ല. ആരുടെ സംഭാവനയല്ല അത്. അദ്ദേഹം എടുത്തതുമല്ല. അത് അദ്ദേഹത്തിനോട് സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് വരാൻ മുമ്പ് താല്പര്യമില്ല. അത് ഓരോരുത്തർക്കും ഇഷ്ടമാണത്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പാനൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അമ്മയുടെ പാനലിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. ശരിക്കും ഈ പ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഈ പ്രാവശ്യം എങ്ങനെയാണ് ആ ഇലക്ഷന്റെ? അല്ല, ഞാൻ പറയാം, അങ്ങനെ ഒരു പാനൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മുടെ പ്രീവിയസ് ഇലക്ഷനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇൻഡിവിജ്വലായിട്ട് ജയിച്ചിട്ടതിന് ശേഷം എല്ലാം ശേഷം കൂടിയിരുന്നിട്ട് ആലോചിച്ചിട്ട് വേണം ഇതിനു വേണ്ടി ഇന്ന ആൾക്കാർ. അല്ലാണ്ട് നമ്മളൊരു പാനലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പാനലിൻ്റെ നേതൃത്വം
വിഭാഗത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് വോട്ട് ചെയ്യേണ്ടി വരും. ഉം. അപ്പോൾ അൺഡിസേർവിങ് കാൻഡിഡേറ്റിന് നമുക്ക് വോട്ട് ചെയ്യേണ്ടി വരും. അതെ. മനസ്സിലല്ലേ? ഉം. അതല്ലാതെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ജയിക്കുക. ഉം. ഓരോ ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ എന്ന് പറയുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള ഈ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച് ജയിച്ചു വരിക. ഉം. അതല്ല ഇന്ന പാനലിലാണ് അപ്പോൾ കെയർ ഓഫ് ആയി. ഉം. അതെ. ഒരു സീനിയർ ആയിട്ടുള്ള വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു നടൻ്റെയോ നടിയുടെയോ പാനലിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഉം. നമ്മൾ അടിമകളായിപ്പോയി. ഉം. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗ്ലാമറിലാണ് നമ്മൾ ജയിക്കുന്നത്. ജയിക്കുന്നത്. അത് നിലപാട് തന്നെ ഉണ്ടാവണം. ഉണ്ടാവണമെന്നില്ല. അത് ഏറ്റവും നല്ലത് ഇപ്പം ഈ സ്ഥലത്ത് ഞാൻ ഒരു പാനലും ഇല്ല. ഒരു പാനൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാനൽ എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞാൻ ഒറ്റ സീറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നുള്ളൂ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം. എന്താ വേറൊരു സീറ്റിൽ ഇപ്പൊ മൾട്ടിപ്പിൾ സീറ്റിൽ മത്സരിക്കുന്നവരുണ്ട്, അപ്പൊ വേറെ സീറ്റിലേക്ക് വേണ്ട എന്നുള്ളത് ആദ്യമേ തീരുമാനമായിരുന്നു? ആദ്യം ഞാൻ അങ്ങനെ തന്നെ, എനിക്കൊന്നും മതി. കാരണം നമ്മൾ എല്ലാ സീറ്റിലും കൊടുത്തിട്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ, അതായത് ഇപ്പോൾ അസംബ്ലി സീറ്റിലൊക്കെ നമുക്ക് തോൽക്കുന്ന സ്ഥലത്ത് കൊടുക്കും, പിന്നെ 2-3 സ്ഥലത്ത് കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും ജയിക്കുമല്ലോ. ആ ഒരു മെത്തേഡ് എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് ഒരു ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിൽ ഞാൻ വരും. അങ്ങനെ ഞാനിത് സെലക്ട് ചെയ്ത് വന്നത്. അപ്പോൾ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള വിജയാശംസകൾ നേരുകയാണ് സാർ. പ്രസിഡന്റായിട്ട് പറഞ്ഞ പോലെ മികച്ചൊരു അല്ലെങ്കിൽ വലിയൊരു നല്ലൊരു ഇലക്ഷൻ തന്നെ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അമ്മയ്ക്കൊരു വീണ്ടും ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളെ വലിയ രീതിയിൽ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന മറ്റുള്ളവർക്ക് മുന്നിൽ ചിലർക്ക് AMMA ആയിരിക്കാം, അതൊക്കെ മാറി മറിഞ്ഞ് നല്ലൊരു സംഘടന ഔട്ട്ലുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. ഓൾ ദി ബെസ്റ്റ്. നമസ്തേ, സന്തോഷം. താങ്ക് യു.